താങ്കൾ കഥകളി അഭ്യസിക്കുന്നു ചെറുപ്പത്തിൽ. ഒരുപാട് നിറങ്ങൾ കണ്ടു കാണും ആ സമയത്ത്. നിറങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ടാവും. ഈ സിനിമയിൽ കൂടുതൽ നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പോലെ നിറങ്ങൾ കുറച്ചാണോ? കളർഫുള്ളാണ് ഫിലിം എന്ന് കരുതിയിട്ട് നമ്മൾ അതിന് വേണ്ടി ഡെലിവറേറ്റ് ആയിട്ട് കളേഴ്സ് ഒന്നുമില്ല. അവിടെ എന്താണോ അത് അതുപോലെ. അതിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. ഉള്ളതെന്തോ അതുപോലെ. അപ്പോൾ ഇടുക്കിയും കട്ടപ്പനയൊക്കെ ഞങ്ങളുടെ ഭാഗ്യത്തിന് നല്ല ചെറിയ മഴകൾ ഞങ്ങൾക്ക് ഉപദ്രവമില്ലാതെ കിട്ടിയതുകൊണ്ട് നല്ല ഗ്രീനറി ഉണ്ടായിരുന്നു, നല്ല ഗംഭീരൻ സ്കൈ ആയിരുന്നു. ആൻഡ് സ്ട്രീറ്റൊക്കെ നല്ലപോലെ വെറ്റായിരുന്നു. ക്യാമറമാനെ സംബന്ധിച്ചോളം ബ്ലാക്കൊക്കെ വെറ്റായി കിടന്ന ഭംഗിയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് സിനിമാറ്റോഗ്രാഫർ സുധീർ സുരേന്ദ്രനാണ്. ഞങ്ങളൊരുമിച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന കൊമേഴ്ഷ്യൽസിന് ഒട്ടുമിക്ക ഒരു 80% കൊമേഴ്ഷ്യൽസും സുധീറാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. സുധീർ രവിവർമ്മൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധീറും ഹാപ്പി ആയിരുന്നു. നമുക്ക് അങ്ങനെ കിട്ടി. ലൊക്കേഷൻസ് എല്ലാം അതുപോലെ ഒത്ത് വരികയത്. അത് കളർഫുള്ളാണ് ഫിലിം, നല്ല നിറങ്ങളുള്ള സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും CG ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ഒരു എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് ചില തുമ്പി, ഈ വിമാനം പറക്കുന്നതും അങ്ങനത്തെ കുറേ സീനുകൾ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഇല്ല. ഞങ്ങൾ CG ഗ്രാഫിക്സ്, തീർച്ചയായിട്ടും ഗ്രാഫിക്സിന്റെ സപ്പോർട്ടുള്ള. ഇപ്പൊ തുമ്പി ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞാൽ തുമ്പി വന്ന് നിൽക്കില്ല. അപ്പൊ അങ്ങനെയുള്ള തുമ്പി, പൂമ്പാറ്റകള്, കൊതുക് നമ്മൾ പറഞ്ഞാൽ നിൽക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഏരിയാസിൽ മാത്രം ഞങ്ങൾ വളരെ അത് സട്ടിലായിട്ട്, ഒരിക്കലും CG ആണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് CGs ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൊതുകിനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ശ്രീയേട്ടൻ ഇങ്ങനെ സീൻ എടുക്കുമ്പോൾ പറയും ഇവിടെ കൊതുക് വന്ന് ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കൊതുകിനെ കാണുന്നതൊക്കെ അഭിനയിക്കുകയാണല്ലോ, അവിടെ ഒന്നുമില്ലല്ലോ. ഒരു നടൻ നിലയിലും ഒരു സംവിധായക നിലയിലും താങ്കൾ സിനിമയിലുണ്ട്. ഈ രണ്ട് നിലയിലും എത്രമാത്രം ഒരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ എത്രമാത്രം വളർന്നു കഴിഞ്ഞു? ഇല്ല, നമ്മുടെ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ ആക്ച്വലി കൂടുതൽ ലിമിറ്റഡ് ആയി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ഒരു സിനിമയിൽ നമ്മളങ്ങ് അപ്ലൈ ചെയ്യും, അതവിടെ തീരും. പിന്നെ അടുത്തത് പുതിയതല്ലേ. എനിക്കിപ്പോൾ ഒരു തട്ടത്തിൻ മറയത്ത് പോലൊരു സിനിമ ഇനി ചെയ്യാൻ പറ്റില്ല. തിര പോലൊരു സിനിമ ചെയ്യാൻ പറ്റും, കാരണം അതിനൊരു രണ്ടാം ഭാഗം ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. വടക്കൻ സെൽഫി പോലെ ചെയ്യാൻ പറ്റില്ല, ജേക്കബിൻ്റെ സ്വർഗ്ഗം പോലെ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത എൻ്റെ സിനിമ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഓരോ സിനിമ കഴിയുന്നതോറും അത് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ ഒരു തിരക്കഥയുടെ ഒരു സ്ട്രെങ്ത് എത്രമാത്രം സംവിധായകൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അനുഭവിച്ചിരുന്നു? സന്തോഷ് ഗാനത്തെ കുറിച്ചിട്ട് നമുക്കറിയാം. തിരക്കഥാകൃത്ത് മാത്രമല്ല, അല്ലെങ്കിൽ തിരക്കഥാകൃത്തായിട്ട് വന്ന ആളല്ല. അപ്പം കഥകൾ എങ്ങനെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ സന്തോഷമുണ്ടായിരുന്നു. അപ്പം സന്തോഷ് ഈ സിനിമയിലേക്ക് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും സന്തോഷിൻ്റെ കയ്യിലുണ്ടായിരുന്നത് സന്തോഷിൻ്റെതായിട്ടുള്ള കഥയും സന്തോഷിൻ്റെതായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ കൂടി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിങ് കംപ്ലീറ്റ് ഉണ്ടായിട്ടുള്ളത്. അത് ഏതാണ്ട് ഏറെക്കുറെ ആയതിനു ശേഷം ഞങ്ങൾ വിനീതിൻ്റെ ഒപ്പം ഇരുന്നു. ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഏരിയയിൽ. അപ്പം പെർഫോമൻസിൻ്റെ ഒരു ഒഴുക്കിനെ കുറിച്ചിട്ടും ഒക്കെ വിനീതിൻ്റെ എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു വളരെ സുഖമുള്ള, വളരെ ഫ്രഷ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഇതിനുണ്ട്. വിദേശങ്ങളിലൊക്കെ ധാരാളം പോകാറുള്ള, എപ്പോഴെങ്കിലും സ്കൈ ഡൈവിങ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഉയരങ്ങൾ പേടിയാണോ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? എനിക്ക് ഹൈറ്റ് പേടിയാണ് ആക്ച്വലി. എനിക്ക് അതുകൊണ്ട് തന്നെ ആ പേടി ഓവർകം ചെയ്യാൻ വേണ്ടി എപ്പോഴെങ്കിലും ഒന്ന് സ്കൈ ഡൈവിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ആനന്ദം അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ബഞ്ചി ജമ്പിങ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്ത് ആക്ച്വലി ഗോവയിലാണെന്ന് സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും നേപ്പാളിലാണ് അത് ഷൂട്ട് ചെയ്തത്. ശരി. അപ്പോൾ അതിനവർ പോകുമ്പോൾ എനിക്ക് ഒന്നിച്ച് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പടം നടക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പം നടന്നില്ല. ഇനിയിപ്പോൾ ചെയ്യണമെന്നുണ്ട്. ഈ സ്കൈയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫീലാണ്. അത് ഗുണ്ടൽപേട്ടിൽ വെച്ചിട്ടാണ് ആക്ച്വലി ഫ്ലൈറ്റിൽ ക്ലൈമാക്സ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇതിൽ ശരിക്കും ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കമേഴ്ഷ്യലി പറന്നു. അപ്പോൾ ഇത് ഇല്ല, നമുക്ക് ആളുണ്ടായിരുന്നു, പൈലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സിനിമയിൽ വരുമ്പോൾ അത് ഹൈഡ് ആവും. അല്ല, അത് മനസ്സിലായി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇനി പ്രോപ്പ് മാത്രമാണോ? അല്ല, ശരിക്കും ആക്ച്വലി പ്രോപ്പില്ലായിരുന്നു. ഞങ്ങൾ റിയൽ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് ഫുള്ള് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരാൾ നമുക്ക് ഹെൽപ്പിനുണ്ടായിരുന്നു ഗുണ്ടൽപേട്ടിൽ. സ്വന്തമായിട്ട് അതിനൊരു സ്പേസ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം രാവിലെ 6:30 മണിക്ക് സൂര്യൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഫ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അത് വേറൊരു ഫീലിംഗ് ആണ്. വേറെ ഒന്നുമില്ല, സണ്ണിലേക്ക് പറന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഇരിക്കുന്ന സീറ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല.
ഓ ഓ ഡോർസ്, വിൻഡോ, ഷീൽഡിംഗ് ഒന്നും കാരണം പരിഷ്കൃതമായ ഒരു എയർക്രാഫ്റ്റ് ആണ് കാണിക്കണമല്ലോ സിനിമയില്. അല്ലല്ല ഇത് ബേസിക് ഐഡിയ ബേസിക് സിനിമ കാണും. ആയിക്കോട്ടെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനം. സോറി, അപരിഷ്കൃത, സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അതെ അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് കിട്ടുക ബാലരമയിലെ മായാവിയില്ലേ, മായാവിക്ക് ഒരു വടിയില്ല, കുന്തം മാത്രമാണ്. ശരിക്കും നമ്മള് എയറിൽ ലുട്ടാപ്പിക്കാണ് കുന്തം. ലുട്ടാപ്പിക്കാണ് കുന്തം. ലുട്ടാപ്പി കുന്തത്തിൽ കയറുന്നു പോകുന്നില്ലേ, അതുപോലെ നമ്മുടെ ചുറ്റിനൊന്നുമില്ല, ഒരു സപ്പോർട്ട് നമുക്കില്ല. ഇവിടെ നോക്കിയാൽ താഴെ, ഇവിടെ നോക്കിയാൽ ശരിക്കും അങ്ങനെ കേട്ടോ. കാരണം നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇരുന്ന ആ സീറ്റ് കാണൂല. ഓ അത് ശരി, മാസ്ക് ബേസിക്കലി ഒന്നുമില്ല, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പൈലറ്റ് ലൈസൻസിന് അപ്ലൈ അല്ലേ? അല്ല, അതിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ സർഫേസ് ലെവലിലുള്ള വളരെ കുറച്ച് കാര്യങ്ങളല്ലേ അറിയുള്ളൂ. സിനിമയ്ക്ക് വേണ്ടി അതങ്ങ് ചെയ്യാന്ന് മാത്രമല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, അതിന് ഒരുപാട് ഹെൽപ്പും ഉണ്ടല്ലോ അവരുടെ സൈഡിൽ. ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ, അവർ നേരത്തെ തന്നെ പ്രിപ്പയർഡ്. നമ്മൾ ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞ് അവർ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിൽ ഇതൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മളെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അദ്ദേഹം പറയുകയും ചെയ്തു, വി ക്യാൻ ഫ്ലൈ വിനീത്, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല. ക്യാമറ വെച്ചിട്ട് നമുക്ക് കുറെ സിനിമകളൊക്കെ ചെയ്യേണ്ട ആളുകൾ.